എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ നെക്സ്റ്റ് 1 വീക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാവർക്കും എല്ലാ മെസ്സേജസും ഒരുപോലെ റെസണേറ്റ് ആകണം എന്നില്ല. കളക്റ്റീവ് ആണ്, പിന്നെ ടൈംലെസ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പം നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ നെക്സ്റ്റ് 1 വീക്കിൽ സംഭവിക്കാൻ പോകുന്നത്. Eight of Pentacles, 4 of Wands, Magician, the Tower, Death card വന്നിട്ടുണ്ട്. ബോട്ടം വന്നിട്ടുള്ളത് Ace of Cupsന്റെ എനർജിയാണ്. ഇതിൽ നോക്കാം നമുക്ക്. Ace of Swords, King of Pentacles, 7 of Pentacles, High Priestess, 6 of Wands. ഇതിന്ന് ഗൈഡൻസും കൂടി എടുത്തു നോക്കാം. 8 of Cups, Truth, Rejoice and Celebration, Choose Wisely. ബോട്ടം വന്നിട്ടുള്ളത് ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ആണ്. പൊതുവെ നിങ്ങളുടെ അടുത്ത ആഴ്ച വളരെ നല്ലതായിരിക്കും എന്നാണ് കാണുന്നത് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് അത് ഫുള്ളി പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് വന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും അത് ഒന്നുകൂടി അടുത്ത ഡെക്കിന്ന് എടുത്ത് നോക്കിയത്. അപ്പൊ അതും എല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് വീക്കിൽ വരുന്നത് എന്നാണ് കാണുന്നത്. ഇതില് ആദ്യം തന്നെ ഒരു നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോ നിങ്ങള് പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്തിരുന്നത്, മൂവ്മെന്റ് ഇല്ലാതിരുന്ന ഒരു കാര്യം ഈ ഒരു സമയത്ത് അത് മൂവ്മെന്റ് തുടങ്ങി എന്നുള്ളതാണ്. നിങ്ങൾ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി ഇപ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു വീക്കിൽ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ പാസ്റ്റിൽ അതൊരു സ്റ്റക്ക് സിറ്റുവേഷനിലായിരുന്നു, മൂവ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു, ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടവും വന്നിട്ടുണ്ടായിരിക്കാം. ആ ഒരു കാര്യമാണ് ഇപ്പോൾ മൂവ്മെൻറ്റ് വന്ന് തുടങ്ങിയത് എന്നാണ് കാണുന്നത്. 4 of Wandsന്റെ എനർജിയാണ്. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി വരുന്നു എന്നുള്ളതാണ്. ഒരു നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ചിലപ്പോൾ അതിനൊരു മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതിരുന്ന ഒരു സമയമാണെങ്കിൽ അതൊരു വിവാഹത്തിലേക്കൊക്കെ എത്താൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നുണ്ട്. അല്ലെങ്കിൽ പാസ്റ്റിൽ അത് അത്ര സുഖകരമല്ലാതെ പോയിക്കൊണ്ടിരുന്നുവെങ്കിൽ അതൊക്കെ മാറിയിട്ട് ഒരു വിവാഹം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നതായിട്ട് ആ വ്യക്തി നിങ്ങളെ അറിയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയല്ല, ഇത് ആൾറെഡി വിവാഹം കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ വീണ്ടും ഒന്ന് റീയൂണിയൻ ആകാനുള്ളൊരു ആഗ്രഹം അവർ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ഒരുപാട് സന്തോഷം, ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരുപാട് സന്തോഷം അനുഭവിക്കേണ്ട ഒരു സമയമാണ്. പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ വിവാഹമോ അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങോ ബർത്ത്ഡേയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടക്കാൻ ഉള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ അടുത്ത ആൾക്കാർക്ക് ആർക്കെങ്കിലും ഒരു വിവാഹം നടക്കാനും സാധ്യതയുണ്ട്. അതിൽ നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നു എന്നും കാണുന്നുണ്ട്. പിന്നെ മജീഷ്യനാണ്. ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ
നമുക്ക് നമ്മൾ എത്ര എഫേർട്ട് ഇട്ടാലും ഭാഗ്യം അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ എഫേർട്ടിന് ഒരു ഫലം ഉണ്ടാവില്ല. ഈ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരാഴ്ച എന്ന് പറയുന്നത് അനുകൂലമായ സമയമാണ്. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നൊരു സമയം കൂടിയാണ്. അപ്പം അത് കൂടുതൽ അതിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി ഒരു എഫേർട്ട് ഇട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യം വരുന്നൊരു സമയം കൂടിയാണ്. അപ്പൊ അതിനുള്ളൊരു എന്തെങ്കിലും ഒരു അവസരം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം. നിങ്ങളുടെ കഴിവുകൾ എന്താണ്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാതിരിക്കുന്നത് എന്നൊക്കെയുള്ളൊരു കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബോധം വരും എന്നാണ് കാണുന്നത്. അപ്പോൾ കൂടുതൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യം ചിലപ്പോൾ അത് വിവാഹമായിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്നത്, മീൻസ് ഒരു നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോകുന്നതോ അല്ലെങ്കിൽ ഒരു വിവാഹമോ അല്ലെങ്കിൽ ഒരു ജോലിയോ ഒക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു സമയത്ത് അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത് മാനിഫെസ്റ്റേഷൻ വർക്കാവുന്ന ഒരു സമയമാണ്, സമയവും അനുകൂലമാണ്. പിന്നെ നിങ്ങൾക്ക് ആ പവറും കൂടുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ്റെ പവറും കൂടുന്നുണ്ട്. കാരണം ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് വളരെയധികം വിഷമിച്ചിരിക്കേണ്ട അവസ്ഥയൊന്നും വരാൻ സാധ്യതയില്ല. അത് നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു സമയം നല്ലത് കൊണ്ടുമായിരിക്കാം അങ്ങനെ. അപ്പോൾ എന്തായാലും വളരെ നല്ല അനുകൂലമായ ഒരു വീക്കാണ് ഈ ഒരു ആഴ്ച നിങ്ങൾക്ക് കിട്ടുന്നത്. ടവറാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് ഒരു പരിവർത്തനം, ജീവിതത്തിൽ വലിയൊരു പരിവർത്തനം സംഭവിക്കുന്ന ഒരു സമയമാണ്. കാരണം തൊട്ടടുത്ത് വന്നിട്ടുള്ള കാർട്ട് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അപ്പോൾ ഒരു ഫുള്ളി ചേഞ്ച് ആകുന്ന ലൈഫ്, ഒരു ചേഞ്ച് ആകുന്ന എന്തെങ്കിലും ഇൻസിഡന്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാം. നിങ്ങളുടെ ജീവിതം മാറ്റാനും മറിക്കാനും പറ്റുന്ന തരത്തിലുള്ള എന്തോ ഒരു സംഗതി നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതാണ് ഡെത്ത് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ സ്റ്റക്കായിരുന്ന സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് അത് എൻഡായി ഒരു റീബർത്തായി പുതിയൊരു സൈക്കിൾ ആരംഭിക്കുന്നതായിരിക്കാം. അപ്പോൾ അഥവാ കുറച്ചതിൽ നിന്ന് എന്തെങ്കിലും പെയിൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്നൊരു പാഠം പഠിച്ചു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യം ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഏസ് ഓഫ് സോഴ്സിന്റെ എനർജിയാണ് നിങ്ങളുടെ മുന്നിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ബ്ലോക്കുകളെല്ലാം മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മെന്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് തന്നെ പറ്റും, കാരണം നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട് ഈ ഒരു സമയം. എന്ത് തന്നെ നെഗറ്റീവ്സ് നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിലും, ഈവൻ ശത്രുക്കളുടെ ഒരുപാട് ഉപദ്രവം ഉണ്ടെങ്കിലും, അവർ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വിൽ പവർ കൊണ്ട് അതൊക്കെ മാറ്റി കളയാൻ പറ്റും എന്നുള്ളതാണ്. കാരണം അങ്ങനെ മാറ്റിക്കളയാൻ പറ്റുന്ന ഒരു ടൂള് നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ പാസ്റ്റിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ വളരെ ഷാർപ്പായിരിക്കും നിങ്ങളുടെ മനസ്സ്. പിന്നെ നിങ്ങളുടെ ഐഡിയകളും നല്ല ഷാർപ്പായിരിക്കും. ശരിക്കും ഓവർ തിങ്കിങ്ങോ മെൻ്റൽ കോൺഫ്ലിക്റ്റോ ഒന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഐഡിയ അത് നിങ്ങൾ ശരിക്കും അത് ഏത് തരത്തിലും അതിനെ ഇങ്ങനെ മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കും എന്നാണ് കാണുന്നത്. പിന്നെ കിങ് ഓഫ് കോയിൻസിൻ്റെ എനർജിയാണ്. കൂടുതൽ ആൾക്കാർക്ക് അതൊരു പ്രമോഷനോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരുന്ന ജോലിയിൽ നിന്നും ഉള്ള ഒരു ഇൻകം കൂടുതലോ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു ഇൻകം കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സ്റ്റാഫിന് കുറച്ച് കൂടുതൽ സാലറി കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബിസിനസ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ പാസ്റ്റിൽ എന്തെങ്കിലും പെൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം സഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പൈസ നിങ്ങളുടെ കയ്യിൽ വരും. അത് ബിസിനസ് ചെയ്യുന്നവരായാലും ഈവൻ ജോലി ചെയ്യുന്നവരായാലും വേറെ ഏതെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പം വളരെ ശരിക്കും സെക്യൂർഡ് ആണ് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരും, മറ്റുള്ളവർക്കും വരും എന്നുള്ളതാണ്. നിങ്ങളിൽ ധാരാളം കാശുണ്ട് എന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. 7 ഓഫ് കോയിൻസ് ആണ്. അപ്പൊ നിങ്ങൾ ചെയ്ത കാര്യത്തിനുള്ള പൈസ നിങ്ങളിലേക്ക് വരുന്നു. പാസ്റ്റിൽ ചെയ്തൊരു കാര്യമാണ്, അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഒരു എഫേർട്ട്, ആ ഒരു എഫേർട്ടിന്റെ ഫലം നിങ്ങൾക്ക് ഈ ഒരു സമയം കിട്ടുന്നു എന്നാണ് കാണുന്നത്. അത് വർക്കാവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം നിങ്ങൾ എക്സാം എഴുതിയതാകട്ടെ,
എന്ത് കാര്യമായാലും നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ടിട്ടാണ് ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് ഈ സമയം നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് കാണുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളൊരു ഡിവൈൻ ഗൈഡൻസ് ഈ സമയം എടുക്കാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് നിങ്ങൾക്ക് എവിടെ നിന്നോ കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അത് നിങ്ങളാരുടെ ആരുടെയെങ്കിലും കയ്യിൽ നിന്നൊരു ഗൈഡൻസ് എടുക്കുന്നതായിരിക്കാം. ഒരു ടാരോ റീഡറോ അല്ലെങ്കിൽ ഒരു അസ്ട്രോളജറോ ഒക്കെ നിങ്ങളെ സഹായിക്കുമെന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ സൈക്കിക് എബിലിറ്റീസ് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം, നിങ്ങളുടെ കുറേ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ തോന്നലുകളാണ് എന്ന് കരുതി നിങ്ങൾ മാറ്റി വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ അത് തോന്നലുകളല്ല എന്ന് നിങ്ങൾക്ക് ഒരു ദൃഢമായ വിശ്വാസം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ആരുടെ അടുത്തെങ്കിലും ഒരു ഗൈഡൻസ് എടുക്കുന്നുണ്ടായിരിക്കാം. ഇത് ശരിയാണോ, എനിക്കിങ്ങനെയൊക്കെ തോന്നലുണ്ട് എന്ന് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ശരിക്കും ഒരു നിങ്ങളും ഈ ഡിവൈനുമായിട്ടുള്ള ഒരു കണക്ഷൻ വളരെ സ്ട്രെങ്തൻ ആകുന്ന ഒരു സമയമാണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഒരു ഡെത്ത് കാർഡ് വന്നിട്ടുള്ളത്. ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട്, ടവർ വന്നിട്ടുണ്ട്. ഒരു സഡൻ ചേഞ്ച് ഉണ്ടായി നിങ്ങളുടെ ലൈഫിൽ, എന്തോ ഒരു കാര്യം എൻഡായി, നിങ്ങൾ പുതിയ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുടങ്ങുന്നു എന്നാണ് കാണുന്നത്. അപ്പം ചിലപ്പോൾ ആദ്യം നിങ്ങൾക്കതൊരു പെയിൻ ആയിട്ടായിരിക്കും തോന്നുന്നത്. ആ ഒരു എൻഡിങ് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ ചില ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും നിങ്ങളത് തിരിച്ചറിയും. അപ്പോൾ ജീവിതത്തിന് എനിക്കൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ ഒരു കാര്യം വന്നത് എന്നൊരു തിരിച്ചറിവ് ഈ സമയം നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണുന്നത്. പിന്നെ 6 ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. നിങ്ങൾ കുറെ എന്തോ ഒരു കാര്യം വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ ഒന്നുകിൽ ഒരു ട്രാവൽ വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നു. ഇതൊക്കെ പോസിറ്റീവായിട്ടാണ് ഈ സമയത്ത് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ ചില ആൾക്കാർക്ക് ഒരു ഇമോഷണൽ വിഡ്രാലാണ്. അത് ഈ എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ ആയി പോയതിൻ്റെ ഒരു വിഷമത്തിൽ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ ആ ഒരു അങ്ങനെ എനർജിയിൽ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ആ എൻ്റെ ആയത് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു കാര്യമല്ല എന്ന് തിരിച്ചറിയേണ്ട ഒരു സമയമാണത്. അങ്ങനെ തിരിച്ചറിഞ്ഞ് ജീവിതത്തിലൊരു പരിവർത്തനം നടത്തണം, കൊണ്ടുവരണം എന്നാണ് ഡിവൈന് നിങ്ങളോട് പറയാനുള്ളത്. ട്രൂത്താണ്. അപ്പോൾ ഇതൊരു നിങ്ങളുടെ സത്യം മനസ്സിലാകുന്ന ഒരു സമയമാണ്. നിങ്ങളെ മറ്റുള്ളവർ പാസ്റ്റിൽ ചിലപ്പം നിങ്ങളെ ചിലപ്പോൾ മോശമായിട്ട് കണ്ട ആൾക്കാരാരെങ്കിലും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിച്ചിരുന്ന ഉണ്ടായിരിക്കും. അപ്പോൾ തെറ്റിദ്ധരിച്ച് ചിലപ്പം ചില ബന്ധങ്ങൾ അവസാനിപ്പിച്ചു പോയ ആൾക്കാരുണ്ട് നിങ്ങളെ. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ സത്യം മനസ്സിലാക്കി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവർ നിങ്ങളിലേക്ക് വരണം എന്ന് പോലും ഇല്ല, പക്ഷെ നിങ്ങളുടെ സത്യം മനസ്സിലാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ആ സത്യം ഈ സമയം വെളിവായി വരുന്നുണ്ട്. പിന്നെ റിജോയ്സ് ആൻഡ് സെലിബ്രേഷനാണ്. അപ്പോൾ ഇത് മറ്റുള്ളവരുടെ എന്തെങ്കിലും ഫംഗ്ഷൻ നിങ്ങൾ ആഘോഷിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെയോ നിങ്ങളുടെ വീട്ടിലെയോ ഒരു ഫംഗ്ഷൻ വളരെ സന്തോഷമായിട്ട് ആഗ്രഹിക്കാൻ സാധ്യതയുണ്ട്. അതിൽ വളരെ നിങ്ങൾ ചിലപ്പോൾ കാണാത്ത ആൾക്കാരെ, കുറേ കാലം കൊണ്ട് കാണാതിരുന്ന ആൾക്കാരെ ഒക്കെ ഒന്ന് മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ ചൂസ് വൈസ്ലി വന്നിട്ടുണ്ട്. കുറേ ചിന്തകൾ അങ്ങനെ വാരി വിതറിയിട്ടിരിക്കുന്ന ആൾക്കാർ അതൊന്ന് ക്രോഡീകരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പല വഴികളും നിങ്ങൾ പല സ്ഥലത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഒരു ക്ലിയർ അല്ലാത്ത സ്ഥലങ്ങളിലാണ് പലതും നിങ്ങൾ അതിരിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ അപ്പോഴെപ്പോഴും ഓരോ നിങ്ങളൊന്ന് ചിന്തിച്ച് അത് കളയും. അങ്ങനെയല്ല, ഈ നിങ്ങളുടെ സാധ്യതകൾ ഒരുമിച്ച് എടുക്കുക. നിങ്ങൾ അതിനൊരു കണക്ഷൻ കൊടുക്കുക. അപ്പോൾ അത് നിങ്ങളെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നുള്ളതാണ്. ഇത് ചൂസ് വൈസ്ലി വന്നത്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ വളരെ ആലോചിച്ചിട്ട് തിരഞ്ഞെടുക്കുകയും കൂടെ വേണം. ഇപ്പോൾ കുറേയധികം കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്, നിങ്ങളുടെ സാധ്യതകൾ കുറേ ഉണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ അത് ശരിക്കും
ഒരു ഓർഡറിലല്ല ഉള്ളതെന്നുള്ളതാണ്. അപ്പോൾ ഒരു ഓർഡറിൽ വരുത്താൻ ശ്രമിക്കുക ജീവിതത്തെ. പിന്നെ നിങ്ങളുടെ മുന്നിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതിലും അടുത്ത് വന്നിട്ടുള്ളതും ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫിനാൻഷ്യലി അല്ലെങ്കിൽ മെറ്റീരിയലി ചേഞ്ച് വരുന്ന കുറേയധികം കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷേ അതെല്ലാം നിങ്ങൾ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കണം എന്നാണ് നിങ്ങൾ. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ പരിവർത്തനം നടത്താൻ പറ്റുന്നൊരു സംഗതിയാണ് ഈ തിരഞ്ഞെടുപ്പ്. അപ്പോൾ അത് വളരെ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുത്ത് ജീവിതത്തിൽ വിജയമുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആഴ്ച നിങ്ങൾ വളരെ സമാധാനത്തിൽ സംതൃപ്തിയിലൊക്കെ ഇരിക്കാൻ പറ്റുന്നൊരു ഒരവസ്ഥയാണ് നിങ്ങൾക്ക് പൊതുവേ ഉള്ളത്. പിന്നെ കുറച്ചിപ്പം നെഗറ്റീവ് ആയിട്ട് ഇരിക്കേണ്ട ചില സാഹചര്യങ്ങൾ പാസ്റ്റിലുള്ളതോ അല്ലെങ്കിൽ ഈ സമയത്തുള്ളതോ ആണെങ്കിലും അതിൽ തന്നെ ഇരിക്കാതെ നിങ്ങളൊന്ന് മറികടന്ന് നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഒരു മജീഷ്യൻ്റെ എനർജിയാണ്. ആ ഒരു എനർജിയിലേക്ക് വരാനും ആ കഴിവുകൾ കണ്ടുപിടിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ സാധ്യതകളും നിങ്ങളുടെ മുന്നിലുണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങൾ പെരുമാറാനും ശ്രദ്ധിക്കുക ഈ ഒരാഴ്ച. ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ ഈ ഒരു 1 വീക്കിൻ്റെ റീഡിങ്. ഈ 1 വീക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരാഴ്ച നിങ്ങൾക്ക് വളരെ സന്തോഷം നിറഞ്ഞതാകട്ടെ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.